Every word we speak, every detail we capture, every car we render has one purpose. We want to release your emotions. Always go with your passion. Never ask yourself if it is realistic or not. And we are behind those who are passionate about their cars. Hi, this is Dhruv. Welcome to Autograph. Every car has its own story and every individual has his own memory. Unlike others, we give them a chance. Let the one who owns it share his experience, share his reviews and share his passion too. Moving on to our first segment, My Car, My Life. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് കാറുകളോട് വളരെയധികം ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം കാരണമാണ് ഞാൻ എല്ലാ വണ്ടികളും പുതിയ ലോഞ്ച് ഇറങ്ങുന്ന സമയത്തും അത് ഓടിച്ചു നോക്കാറുണ്ട്. ആ വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കാറുണ്ട്. അതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും ഞാൻ അനലൈസ് ചെയ്യാറുണ്ട്. ഈ സെഗ്മെൻറ്റിലുള്ള കുറേ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് എനിക്ക് തൊട്ടുണ്ടായിരുന്ന വണ്ടി സ്കോഡയായിരുന്നു. അതിനു മുമ്പ് ഒരു ഫോർഡ് ഉണ്ടായിരുന്നു, ഒരു ഫിയറ്റ് സിയാന ഉണ്ടായിരുന്നു, ഡേവോയുടെ CLO എന്ന് പറഞ്ഞ മോഡൽ വണ്ടി ഉണ്ടായിരുന്നു. ഇതെൻ്റെ 9ാമത്തെ വണ്ടിയാണത്. ഞാൻ ഈ വണ്ടി സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. ഏകദേശം ഒരു വർഷത്തിൽ 40,000 കിലോമീറ്റർ മിനിമം ഞാൻ വണ്ടി ഓടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റേതായൊരു കംഫർട്ട് ലെവല്, ആ ഒരു ഡ്രൈവ് കംഫർട്ട് ലെവൽ എന്തായാലും എനിക്ക് അത്യാവശ്യമാണ്. കാരണം ഞാൻ ഡ്രൈവർ ഒരിക്കലും ഞാൻ വണ്ടി ഓടിക്കാറില്ല, ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കാറ് ഇപ്പോൾ ഇവിടെ പോകുമ്പോഴും. അപ്പോൾ അത്ര ഒരു കംഫർട്ടായിരിക്കണം. പിന്നെ എൻ്റെ ഫാമിലിയും എല്ലാവരും നല്ല സൈസുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്കും ഇരിക്കാനുള്ളൊരു കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഇൻറ്റീരിയർ സ്പേഷ്യസ് ആയിരിക്കണം, അത്യാവശ്യം ഫ്യൂവൽ ഇക്കോണമി വേണം. അങ്ങനെ കുറേ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാനൊരു കാറ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പ്ലസ് അത്രയും ഡ്രൈവ് നാഷണൽ ഹൈവേയിലൂടെയും മറ്റ് ലോങ് ഡ്രൈവ് ഒക്കെ ഓടിക്കുന്ന സമയത്ത് അതിൻ്റേതായ സേഫ്റ്റിയും വേണം. അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്കൊരു പ്രൈസ് ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു 10 ലക്ഷം രൂപ എന്നുള്ളൊരു പ്രൈസ് ബ്രാക്കറ്റ്. ആ ബ്രാക്കറ്റിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയാണ് സണ്ണി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കിയിരുന്നു. ഇതിൻ്റെ കോമ്പറ്റീഷനുള്ള എല്ലാ വണ്ടികളും ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പലതിലും കുറേ സംഗതികൾ വെച്ച് ഫീച്ചേഴ്സ് വൈസൊക്കെ പല വെഹിക്കിളും ട്രിം ഡൗൺ ആയിരുന്നു ഈ പ്രൈസിൽ. ഐഡിയലായിട്ട് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരു വണ്ടി 10 ലക്ഷം ബ്രാക്കറ്റിൽ വരുന്നത് എനിക്ക് സണ്ണി. അതുകൊണ്ടാണ് ഞാൻ ഈ സണ്ണി ഇതിന് ചൂസ് ചെയ്യാൻ കാരണം. ഈ വെഹിക്കിളിന് ABS എന്ന ബ്രേക്കിംഗ് സിസ്റ്റമാണുള്ളത്. അതിന് പുറമെ ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ലോഡ് അനുസരിച്ചും സ്പീഡ് അനുസരിച്ചിട്ടും വണ്ടി ബ്രേക്കിംഗ് കൂട്ടിയും കുറച്ചും കൊടുക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പാനിക് ബ്രേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന ബ്രേക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് പുറമെ ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC ആണ് വരുന്നത്. 2 എയർ ബാഗുകൾ സേഫ്റ്റി ആയിട്ടുണ്ട്. സോ
എല്ലാം ഡോറും 4 ഡോർ പവർ വിൻഡോസാണ്. സെൻട്രൽ ലോക്കിംഗ് വിത്ത് ഐ കീ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അലോയ് വീൽസ് ആണ് വരുന്നത്. ഫോഗ് ലാംപ്സ് ആണ് ഉള്ളത്. 1.5 ലിറ്റർ പവർഫുൾ എഞ്ചിനാണ്. 90 bhp പവർ വരുന്ന പവർഫുൾ എഞ്ചിനാണ് വരുന്നത്. ഫോളോ മീ ഹെഡ് ലാംപ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് എല്ലാത്തിനും ഉപരി ഓരോ തവണ ഞാൻ വണ്ടി എടുക്കുമ്പോഴും രാവിലെ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യാൻ വേണ്ട ഓൺ ബോർഡ് ഡയഗ്നോസിസ് സിസ്റ്റം ഈ വണ്ടിയിലുണ്ട്. ഞാൻ എല്ലാ ലോങ് ഡ്രൈവ് പോകുമ്പോഴും സർവീസ് സെൻറ്ററിൽ പോയിട്ട് ഞാൻ വണ്ടിയുടെ ഒന്ന് ചെക്ക് ചെയ്ത് വരുമോ എന്നുള്ള ഒന്നും കാര്യം നോക്കാറില്ല. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലായിട്ടുള്ള ഓൺ ബോർഡ് ഡയഗ്നോസിസ് സിസ്റ്റത്തിൽ ഇതിലുള്ള എല്ലാ ടെക്നിക്കൽ എക്യുപ്മെൻറ്റും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഞാൻ വണ്ടി എടുക്കാറുള്ളൂ. ഞാൻ ഈ വണ്ടി എടുക്കാൻ നേരത്തെ അവിടുത്തെ കോഴിക്കോടുള്ള അവരുടെ സെയിൽസിലെ പയ്യനായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇത് വളരെ ലീസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്ന ഒരു വെഹിക്കിളായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കൺഫേം ചെയ്യുന്ന വിധത്തിലായിരുന്നു. അവരുടെ ഒരു സർവീസ് പാക്കേജ് ഉണ്ടായിരുന്നു. 80,000 കിലോമീറ്റേഴ്സിന് വെറും 34,000 വരുന്ന ഒരു സർവീസ് പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജ് ഞാൻ എടുത്തു. ഇപ്പം ഈ വണ്ടി ഏകദേശം 3 വർഷം എനിക്കിപ്പോൾ 0 ബിൽസാണ് ഇത്രയും ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ 80,000 കിലോമീറ്റർ വരെ എനിക്ക് വെറും ആ 32,000 രൂപ ഇനീഷ്യൽ അടച്ച ആ കോസ്റ്റ് മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വരുന്നുള്ളൂ. ഞാൻ ഓരോ പ്രാവശ്യവും ഡ്രൈവ് ചെയ്യുമ്പോൾ മിനിമം 500 കിലോമീറ്റർ ആയിരിക്കും എൻ്റെ യാത്ര. കോഴിക്കോട്, കൊച്ചിൻ ടു കോട്ടയം, കാലിക്കറ്റ്. അത് കഴിഞ്ഞ് എൻ്റെ മകൾ മംഗലാപുരത്താണ് പഠിക്കുന്നത്. അവളെ കൂട്ടാനായിട്ടും വരാനായിട്ടും ഞാൻ സ്ഥിരമായിട്ട് എല്ലാ കാര്യത്തിനും ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ എനിക്ക് ഇന്നേ വരെ ഒരു യാത്രയിലും എനിക്കൊരു ക്ഷീണം അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ വണ്ടി ഒരു ആക്സിഡൻറ്റും എനിക്ക് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഇരിക്കാനുള്ള കംഫർട്ടാണ്. ശരിക്കും സുഖമായിട്ട് കാലും നീട്ടിയിരിക്കാം. പിറകിൽ ആരുണ്ടെങ്കിലും അതൊന്നും ബോദർ ചെയ്യാണ്ട് നമുക്ക് ഇഷ്ടം പോലെ സുഖമായിട്ട് മുൻ സീറ്റ് സ്ട്രെച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ ഇത്രയും ഇന്നർ സ്പേസ് ഉള്ളൊരു വണ്ടി കണ്ടിട്ടില്ല ഈ സെഗ്മെൻറ്റിൽ. ഇതിനു മുമ്പ് ഉപയോഗിച്ച ഒരു വണ്ടി, ഈ സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയിലും ഇത്രയധികം ഇന്നർ സ്പേസ് ഇല്ല. അതാണ് എൻ്റെ മറ്റേത് വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഒന്നും കുടുങ്ങിയ മാതിരിയായിട്ടാണ് ഉണ്ടാവാറ് എപ്പോഴും. അത് വെച്ച സമയത്ത് വളരെ സൂപ്പറാണ് ഇതിലുള്ള സിറ്റിംഗ് കംഫർട്ട്. My next car will be probably Mercedes ML. A car, dream for some, style statement for many.
Always wear your seatbelts and have a safe journey. This is Dhruv signing off.